നമുക്കിപ്പോ അറിയാം ട്രംപും മസ്കും തമ്മിലുള്ള കണക്ഷൻ എന്താന്ന്. ഇപ്പം ലോകരാജ്യങ്ങളെല്ലാം തന്നെ ഉറ്റുനോക്കുന്ന ഒരു സൗഹൃദമാണ് ട്രംപും മസ്കും തമ്മില്. അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് സമയങ്ങളിലാണെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ പണം ചെലവഴിച്ചത് മസ്ക് ആയിരുന്നു. അപ്പൊ ഈ മസ്കിന്റെയും ട്രംപിന്റെയും ഈ സൗഹൃദങ്ങൾ തമ്മിൽ ഇപ്പൊ പല രീതിയിലുള്ള വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. അപ്പൊ അടുത്ത അമേരിക്കൻ പ്രസിഡന്റ് ആകാനുള്ള ഒരു പദ്ധതിയിലേക്കാണോ മസ്ക് പോകുന്നത്, അതോ ട്രംപും അത് അറിഞ്ഞുകൊണ്ടാണോ ചെയ്യുന്നത്? അങ്ങനെ പല വിധത്തിലും അമേരിക്കക്കാർ വലിയ രീതിയിൽ ആശങ്കയിലാണ് ഇപ്പൊ. അതെ. അപ്പൊ അതുമായിട്ട് എന്താണ് തോന്നുന്നത്? നമ്മളിപ്പോ പരിശോധിക്കുകയാണെങ്കിൽ എല്ലായിടത്തും ട്രംപിന്റെ കൂടെ തന്നെ ഒപ്പത്തിനൊപ്പം മസ്കിനെയും കൂടി കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ അവിടെ വരുന്നത്. എന്താണ് ശരിക്ക് ട്രംപും മസ്കും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ്, എന്താണ് അവർ തമ്മിൽ ഉദ്ദേശിക്കുന്നത്? പലയിടത്തും വരുന്ന അല്ലെങ്കിൽ തംബ്നെയിലായാലും ടൈറ്റിലായും വരുന്നത് ഈ ഒരു വൈറ്റ് ഹൗസിനെയും അല്ലെങ്കിൽ ട്രംപിനെയും നിയന്ത്രിക്കുന്നത് എലോൺ മസ്ക് ആണ് എന്ന രീതിയിലാണ്. എനിക്ക് തോന്നുന്നു പല സ്ഥലങ്ങളിൽ നമുക്കത് മനസ്സിലാക്കാനും കഴിയും. പല തീരുമാനങ്ങൾ എടുക്കുമ്പോഴും രണ്ടുപേരും ഒരുമിച്ചാണ്, അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഒരാളുടെ ഒരു തീരുമാനം രണ്ടുപേരും ശരിവെക്കുന്ന രീതിയിലുമാണ്. ഒരാളെ അങ്ങോട്ട് എന്താണ് രണ്ടുപേരും വിമർശിക്കുന്നില്ല, അല്ലേ? എല്ലാവരും ഒരുമിച്ച് തന്നെ പോകുന്ന രീതിയിൽ അമേരിക്കൻ വൈറ്റ് ഹൗസിൽ നടന്ന ക്യാബിനറ്റ് മീറ്റിംഗിലാണെങ്കിൽ പോലും ഒരു പ്രത്യേക സ്ഥാനം കൊടുത്തിട്ടുണ്ട്. അംഗമല്ലാത്ത ആളാണ് മസ്ക്. അപ്പൊ മസ്കിനെ തന്നെ അദ്ദേഹം ക്ഷണിക്കുകയും അതിനകത്ത് പങ്കെടുക്കുകയും ചെയ്തിരുന്നു. അപ്പൊ അതൊക്കെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്കാണ് വഴിവെച്ചത്. പക്ഷെ എങ്കിൽ പോലും ട്രംപ് ആ മീറ്റിംഗിൽ പോലും മസ്കിനെ പുകഴ്ത്തുകയാണ് ചെയ്യുന്നത്. അപ്പൊ ട്രംപും മസ്കും തമ്മിൽ അത്രയും ഒരു സൗഹൃദമാണ് നിലനിൽക്കുന്നത്. അതിന് പിന്നിലുള്ള കാരണം എന്താണെന്നുള്ളത് നമുക്കറിയില്ല. അതെ, ഒരു ശതകോടീശ്വരനാണ് മസ്ക് എന്ന് പറയുന്നത്. ഒരുപാട് പല സ്ഥാപനങ്ങളുടെയും മുൻപന്തിയിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ ഏറ്റവും ഉയർന്ന ഒരു സ്ഥാനം വഹിക്കുന്ന ഒരാൾ കൂടിയാണ്. അതുകൊണ്ടൊക്കെ ആവണം അത് അമേരിക്കയിലെ ഒരു രാജ്യത്തിന്റെ ഒരു പുരോഗതിക്ക് സഹായിക്കും. ട്രംപ് എപ്പോഴും രാജ്യത്തെ വികസിപ്പിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം കൂടുതലും ശതകോടീശ്വരന്മാര് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യും എന്നുള്ള ഒരു പ്രതീക്ഷ അദ്ദേഹത്തിനുണ്ട്. അപ്പൊ അതുകൊണ്ടായിരിക്കാം മസ്കുമായിട്ട് ഒരു സൗഹൃദം അദ്ദേഹം നിലനിർത്തുന്നത് നമുക്ക് പറയാം. അതെ, നമ്മളിപ്പോ പരിശോധിക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തിന്റെ പല കമ്പനികളുടെയും കാര്യങ്ങളും എല്ലാം തന്നെ ഇവർ രണ്ടുപേരും കൂടിയാണ് ഇപ്പൊ മാനേജ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോ ട്രംപ് പല ഡിസിഷൻസ് മേക്ക് ചെയ്യുമ്പോഴും മസ്കിനെയും കൂടെ കൂട്ടാറുണ്ട്. അതൊക്കെ നോക്കുമ്പോ തന്നെ നമുക്കൊരു അടുത്തൊരു പ്രസിഡന്റ് സ്ഥാനം ചിലപ്പോൾ മസ്ക് ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് തോന്നിപ്പോകും. പല സ്ഥലത്തും നമ്മളിപ്പോ ചോദിക്കാറുണ്ട്, എന്താണ് ട്രംപിനെ നിയന്ത്രിക്കുന്നത് മസ്ക് ആണോ എന്ന് വരെ ചോദിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് പോയിട്ടുണ്ട്. ശരിക്കും ട്രംപ് അങ്ങനെ മാറിയിട്ടുണ്ട്. ട്രംപ് എന്ന് പറയുന്നത് വളരെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു അധികാരിയാണ്. ആൾക്ക് ഒറ്റയ്ക്ക് തീരുമാനം എടുക്കാനായാലും ഒറ്റയ്ക്ക് നിൽക്കുന്ന അങ്ങനെ ഒരു ക്യാരക്ടർ ആയിരുന്നു. അപ്പോ പെട്ടെന്ന് ഇങ്ങനെ മാറുമ്പോ എന്തായാലും കുറെ ക്വസ്റ്റ്യൻസ് വരും. എന്താണ് ട്രംപിന് സംഭവിച്ചത്? ട്രംപിനെ നിയന്ത്രിക്കാൻ ഒരാൾ വേണമോ? അങ്ങനത്തെ കുറെ ക്വസ്റ്റ്യൻസ് വരും, അല്ലേ? അതെ. അപ്പം എനിക്ക് അങ്ങനെ ട്രംപിന്റെ ഒരു തീരുമാനങ്ങളിലും നിലപാടുകളൊന്നും മസ്ക് സ്വാധീനം ചെലുത്തുന്നുണ്ട്. അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളൊക്കെ, അതായത് ട്രംപ് ഇപ്പൊ നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും വലിയ ഭരണാധികാരിയാണ്. അദ്ദേഹം എന്താണെങ്കിലും ജസ്റ്റ് ഒരു തീരുമാനം ഇങ്ങനെ പെട്ടെന്ന് എടുക്കുന്നതല്ല. അദ്ദേഹം കൂടുതലായിട്ടും ആലോചിച്ചും അതിന്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ തീരുമാനിച്ച് ഉറപ്പിച്ചിട്ടാണ് അദ്ദേഹം ഒരു നടപടി പ്രഖ്യാപിക്കുന്നത് തന്നെ. അപ്പൊ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളിലും അദ്ദേഹത്തിന്റെ നിലപാടുകളിലും അദ്ദേഹത്തിന് വ്യക്തമായ ഒരു രീതി അദ്ദേഹത്തിന് തന്നെ ഉണ്ട്. അപ്പം ഈ ട്രംപും മസ്കും കൂടെ ചേർന്ന് അമേരിക്ക കൂടുതലും വികസിതമാക്കുക, കൂടുതലും രാജ്യത്തെ സംരക്ഷിക്കുക, രാജ്യത്തെ ഡെവലപ്മെന്റിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇവർ രണ്ടുപേരും പ്രവർത്തിക്കുന്നത്. അപ്പം അമേരിക്കക്കെതിരായിട്ട് എന്ത് വന്നാലും ഏത് രീതിയിലുള്ള പ്രത്യാക്രമണം വന്നാൽ പോലും രണ്ടുപേരും ഒരുമിച്ച് അതിനെ പ്രതിരോധിക്കാനുള്ള ഡിസിഷൻസ് ആണ് എടുക്കുന്നത്. അപ്പം ട്രംപിന് ഇപ്പൊ മറ്റു രാജ്യങ്ങളോടുള്ള നിലപാടുകളാണെങ്കിൽ പോലും ട്രംപിന്റേതായ ഒരു നിലപാടുണ്ട്. ഇപ്പം പക്ഷെ അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോഴത്തേക്കിനും, അമേരിക്കയുടെ എക്സിക്യൂട്ടീവ് കാര്യങ്ങൾ അങ്ങനെ വരുമ്പോഴത്തേക്കിനും ട്രംപ് കൂടുതലും മസ്കിനെ സ്വാധീനം ചെലുത്തുന്നുണ്ട്. അദ്ദേഹത്തിന് കൂടുതൽ അവകാശങ്ങൾ നൽകുന്നുണ്ട്. നമ്മൾ പിന്നെ അല്ലാതെ നോക്കുകയാണെങ്കിൽ ഈ മസ്കിന്റെ ആ ഒരു സ്ഥാപനത്തിനെ കുറിച്ചിട്ട് നോക്കുകയാണെങ്കിൽ ആളുടെ ഒരു ഭൂരിഭാഗം പൈസയുടെ ഫണ്ടിന്റെ കാര്യമൊക്കെ ആയാലും നമ്മുടെ അമേരിക്കൻ സർക്കാരിൽ നിന്നുള്ള ഫണ്ടിങ് ആണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ ട്രംപ് നോക്കുകയാണെങ്കിൽ ട്രംപിന്റെ തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ കൂടുതൽ സ്വാധീനം ചെലുത്തിയ ഒരു വ്യക്തിയാണ് മസ്ക് എന്ന് പറയുന്നത്. അപ്പൊ രണ്ടുപേരും തമ്മിൽ പരസ്പരം ഒരു ഇത്തരത്തിലൊരു പണത്തിന്റെ പേരിലായാലും അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ആണ് അവര് തമ്മിലുള്ളത്. അങ്ങനെ അത് തന്നെ ആവണം മേ ബി ഈ ഒരു സ്വാധീനം വെച്ചിട്ട് മസ്കിന് ഇനി അടുത്തൊരു വർഷത്തേക്ക് പ്രസിഡന്റ് സ്ഥാനം ആഗ്രഹിക്കാനുള്ള ഒരു രീതിയിലേക്ക് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും ട്രംപ് അതിന് അനുവദിക്കുമെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. കാരണം
ട്രംപിനെ അറിയാം. ട്രംപ് ഇപ്പം ഒരു തവണ അധികാരത്തിലേറിട്ട് തോറ്റൊരു വ്യക്തിയാണ്. മത്സരത്തിൽ തെരഞ്ഞെടുപ്പിൽ തോറ്റിട്ട് പിന്നെയും ചരിത്രപരമായിട്ടുള്ള ഒരു വിജയിച്ചാണ് അദ്ദേഹം വീണ്ടും അധികാരത്തിലോട്ട് എത്തിയത്. അപ്പൊ ട്രംപ് ഇപ്പൊ അമേരിക്കക്കാർക്ക് തന്നെ ഇപ്പൊ ട്രംപ് അധികാരത്തിലേറുമ്പോൾ ഏറ്റവും കൂടുതൽ അമേരിക്കക്കാരുടെ പ്രതീക്ഷ എന്ന് പറയുന്നത് അമേരിക്കയെ കൂടുതൽ സംരക്ഷിക്കും എന്നുള്ളൊരു വിശ്വാസം അമേരിക്കക്കാർക്കുണ്ട്. അപ്പം ട്രംപ് ഇപ്പൊ നമുക്കറിയാം ഈ അധികാരത്തിലേറി അന്ന് മുതൽ ട്രംപ് എടുക്കുന്ന പ്രഖ്യാപനങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകുന്നത് അമേരിക്ക കൂടുതലും ശക്തിപ്പെടുത്തുക. അമേരിക്ക ഒരിക്കലും മറ്റ് രാജ്യങ്ങൾക്കെതിരെ ഒരു രീതിയിലുള്ള പ്രത്യാക്രമണം കീഴ്പ്പെടുത്താതെ ഏറ്റവും അമേരിക്ക ലോകരാജ്യങ്ങൾ ഭയക്കണം എന്നുള്ള രീതിയിൽ തന്നെയാണ് ട്രംപ് എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത്. ഇപ്പൊ ചൈനയ്ക്കെതിരെയാണെങ്കിലും മെക്സിക്കോയ്ക്കെതിരെയാണെങ്കിലും കാനഡ എന്താണെങ്കിൽ പോലും തിരിവ് ചുമത്തുന്നതും അനധികൃതമായിട്ടുള്ള കുടിയേറ്റക്കാരെയും ഏതൊരു നടപടിയിലും ട്രംപിന്റെ ആ കർശനമായിട്ടുള്ള ഒരു നിലപാട് നമുക്ക് കാണാൻ കഴിയും. അപ്പം ഈ ട്രംപും മസ്കും ഒരുമിക്കുകയാണെങ്കിൽ അമേരിക്ക കൂടുതൽ ശക്തിപ്പെടുമെന്നുള്ളൊരു വിശ്വാസം ട്രംപിനും മസ്കിനും ഉണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും സാമ്പത്തികമായിട്ട് ആ ഒരു രാജ്യം പുരോഗമിക്കുമെന്ന രീതി. കാരണം നമുക്ക് സൗഹൃദങ്ങൾ മാത്രം പോരാ, സാമ്പത്തികമായിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നേട്ടങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു രാജ്യത്തെ വികസിപ്പിക്കാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പം ഇപ്പൊ ശതകോടീശ്വരനായ എലോൺ മസ്ക് പോലെ ഒരു വ്യക്തി ട്രംപുമായിട്ട് അടുത്ത സൗഹൃദം നിലനിർത്തുകയും അമേരിക്കയുടെ ഒപ്പം നിൽക്കുകയാണെങ്കിൽ അത് കൂടുതൽ അത് അമേരിക്കയുടെ ഡെവലപ്മെന്റിന് വേണ്ടി തന്നെ കൂടുതലും സഹായകമായിരിക്കും. പിന്നെ വേറൊരിക്കൽ നമ്മള് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ മസ്കിന്റെ സ്ഥാപനത്തിലെ ജോലിക്കാർക്കെല്ലാം പെട്ടെന്ന് പിരിച്ചുവിടുന്ന ഒരു നയത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരെല്ലാം വളരെ പാനിക്കായിട്ട്, രാത്രിയിലാണ് ഈ ഒരു മെയിൽ ചെല്ലുന്നത്. അപ്പൊ അവരെല്ലാം പാനിക്കായിട്ട് എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥയിൽ നിന്നിട്ടുണ്ടായിരുന്നു. അതിന് ഓക്കെ പറയുന്ന രീതിയിലായിരുന്നു ട്രംപിന്റെ നയവും. അപ്പോ രണ്ടുപേരും അങ്ങോട്ട് എന്താണ് തിരിച്ചങ്ങോട്ടൊരു ആൻസർ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോലും പറ്റാത്ത രീതിയിലേക്ക് മാറുന്നു. അവർ രണ്ടുപേരും ഒന്നിച്ചു കഴിഞ്ഞാൽ ഇനി അവിടെ ഉള്ളവർക്കൊരു ഒരു എന്താ ചെയ്യേണ്ട വയ്യാത്ത ഒരു അവസ്ഥ, അങ്ങനത്തേക്ക് ഒരു പോകുമോ എന്നൊരു. കൂടുതലും നോക്കുന്നത് ഇപ്പൊ ഒരു കമ്പനി ആണെങ്കിൽ തന്നെ രാജ്യത്തിന് വേണ്ടി എന്താണ് ആ കമ്പനി ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അവരെ കൊണ്ട് എന്താണ് രാജ്യത്തിന് നേട്ടം, അതാണ് ട്രംപും കൂടുതലും നോക്കുന്നത്. അപ്പം ഇവർ തമ്മിലൊരു ഡിസ്കഷൻ ഇപ്പൊ ഒരു കമ്പനി വരുമ്പം എംപ്ലോയീസ് ആണെങ്കിൽ പോലും അവരെ കൊണ്ട് എന്ത് പ്രയോജനം രാജ്യത്തിന് കിട്ടുന്നു, രാജ്യത്തെ വികസനത്തിന് വേണ്ടിയിട്ട് എന്ത് കിട്ടുന്നു. അപ്പം ഒരു ബിസിനസ് മൈൻഡിൽ മാത്രമാണ് ട്രംപ് കൂടുതലും ചിന്തിക്കുന്നത്. അപ്പൊ അതാണ് അദ്ദേഹം ഇപ്പം ഇവർ രണ്ടുപേരും ഇപ്പൊ കൂട്ടത്തോടെ പിരിച്ചുവിടുന്നതിനുള്ള പ്രധാന കാരണം അത് തന്നെയാണ്. ഇവര് കൂടുതലും എനിക്ക് തോന്നുന്നു വൈകാരികമായിട്ടൊന്നും ചിന്തിക്കാതെ നേട്ടം മാത്രമാണ് അവരുടെ മുന്നിലുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്. അമേരിക്ക എന്ന് പറയുന്ന ഒരു രാജ്യത്തിനെ വീണ്ടും ഒരു ശക്തി കേന്ദ്രമാക്കി വിപുലീകരിക്കുക, അത്ര തന്നെയാണ് അല്ലെ. അത് ഓൾറെഡി ഇതൊരു ശക്തി കേന്ദ്രമാണ്, എല്ലാവർക്കും ഭയമുള്ള ഒരു രാജ്യമാണ്, നേരിട്ട ഒരു യുദ്ധത്തിനായാലും ഭയക്കുന്ന ഒരു രാജ്യമാണ്, എല്ലാ തരത്തിലും വളരെയധികം മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ്. അതിനെ വീണ്ടും വീണ്ടും ശക്തിപ്പെടുത്താൻ ഇതുപോലുള്ള കോടീശ്വരന്മാരായാലും അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരെ ആയാലും കൂടുതൽ ട്രംപ് അങ്ങോട്ട് തന്നെ സൗഹൃദം സ്ഥാപിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പൊ ഖത്തറിലെ രാജകുമാരനായിട്ടായാലും ഒരുപാട് നമ്മൾ നോക്കുമ്പോൾ അങ്ങനെയുള്ള കുറച്ചും കൂടി ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആൾക്കാരുമായിട്ടാണ് കൂടുതൽ സൗഹൃദം പാലിക്കുന്നതായിട്ട് കാണാൻ. തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 50 ലക്ഷം കോടി ഡോളറിന്റെ പൗരത്വം നൽകുന്നത്. അതൊക്കെ ഏറ്റവും കൂടുതലും ഈ കോടീശ്വരന്മാരെ ലക്ഷ്യം വെച്ചിട്ടുള്ള ഇത് തന്നെയാണ്. സാധാരണക്കാരനെ അവഗണിച്ചിട്ട് കോടീശ്വരായിട്ടുള്ളവർക്ക് അമേരിക്കയിൽ എന്തും ഒരു ഫേം തുടങ്ങാം, അങ്ങനെ പല രീതിയിലുള്ള ഇൻവെസ്റ്റ് ചെയ്യാം. അങ്ങനെ ആ ഒരു രീതിക്കാണ് ട്രംപ് മുന്നോട്ട് പോകുന്നത്, അമേരിക്ക കൂടുതൽ ശക്തിപ്പെടുത്തുക. അതെ. അപ്പൊ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇത് തന്നെയാണ് നമുക്ക് കൺക്ലൂഷനിൽ കിട്ടുന്നത്. അപ്പോ മസ്കും ട്രംപും തമ്മിലുള്ള ബന്ധം ഇപ്പൊ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന രീതിയിൽ തന്നെ, അതായത് അമേരിക്കയുടെ ഒരു അടിച്ചുറപ്പ് അല്ല, അതായത് ആ ഒരു അടിത്തറ നന്നായിട്ട് പാകുക, സാമ്പത്തികമായി കുറച്ചും കൂടി മുന്നോട്ട് പോവുക എന്നതാണ്. പക്ഷെ നമ്മൾ പൊതുവെ പറയുമ്പോൾ അല്ലെങ്കിൽ നമുക്കൊരു ഡൗട്ട് വരുന്നത് ആളിനി അടുത്തൊരു പ്രസിഡന്റ് ആവാൻ വേണ്ടിയിട്ട് മോഹിക്കുന്നുണ്ടോ എന്നും കൂടി വിമർശനങ്ങൾ ഉയരുന്നുണ്ട്, സംശയങ്ങൾ അമേരിക്കക്കാർക്കിടയിൽ പോലും. അത് നമുക്ക് കൂടുതലായിട്ട് മസ്ക് ഓരോ ക്യാബിനറ്റ് പരിപാടിയിലായാലും ആൾക്കൊരു ഔദ്യോഗികമായിട്ടൊരു സ്ഥാനമില്ല അവിടെ, എന്നിട്ട് കൂടി അവിടെ ഒരു ഔദ്യോഗിക സ്ഥാനം കൊടുത്തെങ്കിൽ അതിൽ എന്തൊക്കെയോ നമുക്ക് എന്താണ് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ആളുടെ മനസ്സിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നത് കൂടി നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അതെ, നമുക്കത് അറിയില്ല. കാരണം ഇപ്പം ട്രംപ് അധികാരത്തിൽ ഇരിക്കുന്നിടത്തോളം കാലം ഇനിയിപ്പോ ട്രംപ് ഈ ഒരു അദ്ദേഹത്തിന് ഈ ഒരു പ്രസിഡന്റ് പദവിക്ക് ശേഷം മസ്ക് വരുമോ എന്നുള്ളത് നമുക്കറിയില്ല. കാരണം എന്താണ് അവരുടെ ഉദ്ദേശം എന്നുള്ളത്. ഇപ്പൊ രാജ്യത്തെ ട്രംപ് കൂടുതലും ശ്രമിക്കുന്നത് അമേരിക്കയെ വികസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു സൗഹൃദം നിലനിർത്തുക, ആ ഒരു രീതിയിലാണ്. അപ്പൊ മസ്കിനെതിരെ പല ആളുകളും വിമർശനങ്ങൾ ഉയർത്തിയിട്ട് മസ്കിന് എന്താണ് അധികാരം, ശരിക്കും ആരാണ് മസ്ക് എന്നൊക്കെ പല വിധത്തിലും അമേരിക്കക്കാർക്കിടയിൽ തന്നെ ചോദ്യങ്ങൾ വരുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും ട്രംപ് എപ്പോഴും ഒരു പൊതുവേദിയിലാണെങ്കിലും മസ്കിനെ പരാമർശിക്കുമ്പോൾ അദ്ദേഹം കൂടുതലും അദ്ദേഹത്തെ പുകഴ്ത്തിക്കൊണ്ടേ പറയാറുള്ളൂ. മസ്കിനെതിരെ ഒരു വിമർശനം എന്ന രീതിയിൽ ട്രംപ് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇന്നലത്തെ ഒരു ക്യാബിനറ്റ് പരിപാടിയിൽ പോയപ്പോഴത്തേക്കും ട്രംപ് ഇങ്ങനെ എല്ലാവരോടുമായിട്ട് ചോദിച്ചത്, ആരാണ് മസ്ക് എന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹം ഇവിടെ ഇരിക്കുന്നതിൽ ആർക്കെങ്കിലും അതൃപ്തി ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ ഇപ്പൊ തന്നെ പറഞ്ഞു വിടാം എന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ആരും തന്നെ അതിനെ
എതിർത്ത് പറഞ്ഞില്ല. അതെ. അപ്പം അവരുടെ അതൃപ്തി അവർ ഒളിപ്പിച്ച് വെക്കുകയാണ് അതെ. ചെയ്യുന്നത്. അതെ, അവരുടെ ആ ഒരു ഉം. ഫേസിൽ നിന്നായാലും അവരുടെ കൈയടി ഉം. ആയാലും എല്ലാം ഒരു പരിഹാസ രൂപേണ രീതിയിലായിരുന്നു. ഉം. എങ്കിൽ പുറത്ത് പറയാനും വയ്യ, ഉം. എങ്കിൽ പറഞ്ഞ എന്തൊരു പ്രശ്നമാവും, അതെ. ആ ഒരു ആ. രീതിയിൽ ആണ് അവിടുത്തെ ആൾക്കാർ ഇപ്പോൾ ഉള്ളത്. ട്രംപ് പക്ഷെ അത് ബുദ്ധിപൂർവ്വമായിട്ടാണ് കളിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം ഇല്ലാത്തടത്തോളം കാലം അദ്ദേഹത്തെ ഇവിടെ നിർത്താമെന്നുള്ളൊരു മൈൻഡ് ട്രംപിനും ഉണ്ട്. അപ്പം അതെ. ആരെങ്കിലും എതിർത്ത് പറയുകയാണെങ്കിൽ അതിനുള്ള തുടർ നടപടിയും ട്രംപ് ഏറ്റെടുക്കും. അതെ, സ്വീകരിക്കും. അപ്പൊ എന്തായാലും അവര് തമ്മിലുള്ള ആ ഒരു ബോണ്ട് ഇപ്പൊ എന്തായാലും അങ്ങനെ അത് അമേരിക്കയ്ക്ക് ഗുണം ചെയ്യുന്ന രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതെ. എന്തായാലും അത് എന്തായിരിക്കും ഇനിയിപ്പം അമേരിക്കയുടെ അടുത്ത ഭാവി എന്ന് നമുക്ക് അതെ. കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഇനിയിപ്പോ അടുത്ത തെരഞ്ഞെടുപ്പിലോട്ട് വരുമ്പോൾ നമുക്കറിയാം മസ്കിന്റെ ഉള്ളിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നോ എന്ന് ഇനി മുന്നോട്ടുള്ള രീതികൾ നമുക്ക് കണ്ടു മനസ്സിലാക്കാം. അതെ.